ഹലോ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവതാര പുലികൾ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ മണിയുടെ മീഡിയ സിറ്റിയിലെ ടൊൽക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അടുത്ത 3 മണിക്കൂർ നേരം നിങ്ങൾക്കറിയാം, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. 24 സ്റ്റാർ അവതാരകർ ഒന്നടങ്കം ഈ പരിപാടിയിൽ പങ്കെടുക്കും. നിങ്ങൾക്കായി പതിപോലെ കഴിഞ്ഞ ഞായറാഴ്ചയിലും ഉണ്ടായതുപോലെ ചില സർപ്രൈസുകൾ നമ്മൾ കാത്തുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത 3 മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു വാർത്താ ചാനലിന് ലഭിക്കാത്ത ചില സർപ്രൈസുകൾ ഈ പരിപാടിയിൽ ഞങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മണിയുടെ ടോൾക്കെ വിസ്താരയിൽ നിന്നാണ് ഈ സംപ്രേഷണം വരുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് കൂടി ഇൻവോൾവ്മെൻ്റ് ഉള്ള ചില പരിപാടികളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ചില സമ്മാന പദ്ധതികളും ഇന്ന് നമ്മൾ കാത്തുവച്ചിട്ടുണ്ട്. ചില രസകരമായ, കൗതുകം നിറഞ്ഞ, ചില വിചിത്രമായ ചില സർപ്രൈസുകൾ. അപ്പോൾ നമുക്കിനി വിളിക്കാനുള്ളത് ആരാന്നറിയാമല്ലോ, നമ്മുടെ അവതാര പുലികളായിട്ടുള്ള അവതാരകർ ഇനി വരാനുണ്ട്. ഈ അവതാരകരെ മുഴുവൻ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. യു ആർ വെൽക്കം. വിജയ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. വിജയന് അർത്ഥം വെച്ചൊരു ചിരിയിരിച്ചല്ലോ. അല്ല, ഇന്ന് ആരൊക്കെയാണ് ഇരകളെന്നുള്ള അറിയാനൊരു ആകാംക്ഷ ഉണ്ടായി. എന്റെ നെഞ്ചത്തിട്ട് കയറാൻ പോകുന്നുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. വിജയ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി, കുഴപ്പമില്ല, സന്തോഷമായിട്ട്. സുരക്ഷിതവും സുരക്ഷിതമല്ലേ? ഓക്കെ. ടി കെ റീജിത്തിന് അതിൽ എന്തോ ഒരു സംശയമുള്ള പോലെ വിജയന്റെ ജീവിതത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. ഓക്കെ. തലപ്പൊക്കത്തിൽ ആഷ്മി എന്ത് പറയുന്നു? കഥാപ്രസംഗം എങ്ങനെ പോകുന്നു? അപ്പൊ ഈ കഥാപ്രസംഗത്തിനെതിരായിട്ട് വല്ല ഏറുപടക്കങ്ങൾ വന്നിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ ആക്രമണം എങ്ങനെയുണ്ട്? അതില്ലാതെ ഇപ്പൊ ഉറങ്ങാൻ പറ്റില്ല. തിരിച്ചു ചൊറിയാൻ പോകുന്നില്ല ആഷ്മി. ഗോപികൃഷ്ണൻ, അപ്പൊ എങ്ങനെ നമ്മുടെ പി പി ജെയിംസുമായിട്ട് ഉള്ള ബന്ധമൊക്കെ കുഴപ്പമില്ല, ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ പ്രിജിൻ, നമുക്കിന്ന് ഞാൻ വിചാരിക്കുന്ന നമ്മുടെ അനുജ എന്തായാലും വളരെ പാടാൻ തയ്യാറായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ പ്രജിൻ അല്ലേ, അനുജ തയ്യാറായിട്ടുണ്ടോ? പ്രജിനാണ് നമ്മുടെ ആസ്ഥാന ഗായകൻ. പ്രേക്ഷകർക്ക് അറിയുന്നില്ല, പ്രജിൻ സി കണ്ണനാണ്. പല കാര്യത്തിലും ആസ്ഥാനത്ത് ഇരിപ്പിടമുള്ള ആളാണ് അദ്ദേഹം. അതെന്താണെന്ന് നമുക്ക് പ്രേക്ഷകരുടെ എല്ലാം അങ്ങ് പറയാൻ പറ്റുമെങ്കിൽ എന്ന് എളുപ്പമായിരുന്നു കാര്യങ്ങൾ. അതെ, ഞാനെല്ലാം അറിയുന്നുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഒരു കാലത്ത് പാതിരാ പ്രക്ഷേപണത്തിലൂടെ അതൊക്കെ കൊടുക്കാമെന്നായിരുന്നു. ഇപ്പൊ പട്ടാപ്പകലും പാതിരയ്ക്ക് ഒരുപോലുള്ള പ്രക്ഷേപണം. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും പ്രജിൻ സി കണ്ണൻ്റെ ഒരു മനോഹരമായ ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ അവതാര പുലികൾ ആരംഭിക്കാം. ഓവർ ടു അവർ പ്രിയപ്പെട്ട പ്രജിൻ സി കണ്ണൻ. പ്രജിൻ, മനോഹരമായ ഒരു ഗാനം. ഏത് പാട്ടിനോടാ എപ്പോഴും പ്രജിൻ സി കണ്ണന് താല്പര്യം? റൊമാൻറ്റിക്, ഓൾഡ്, ന്യൂ? എല്ലാ പാട്ടും ഇഷ്ടമാണ്. ആണല്ലേ? ഇപ്പൊ പാടാൻ പോകുന്ന ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. ഓക്കെ. ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടോ പ്രജിൻ? ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല, നന്നായി. ഇവനെ ഞങ്ങള് മുഴുവനും ക്ലാസിക്കൽ കേൾക്കേണ്ടി വന്നു അല്ലേ? ഓക്കെ, ബഹുമാനം തോന്നി പോകുന്നു. അപ്പൊ ആ പാട്ട് പാടാം. ഇത് പ്രമദവനം എന്ന പാട്ട്. എന്തുവാ ഇത്? കൈവിട്ടു പോയി. ഓക്കെ, തകർക്കൂ. താങ്ക് യു. തകർത്തു, പൊളിച്ചു. ഓക്കെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആരാണ് ഹു ഈസ് പ്രജിൻ സി കണ്ണൻ. താങ്കൾക്ക് മനസ്സിലായി? അവതാര പുലി തന്നെ. കഴിഞ്ഞ 1 മണിക്കൂർ പ്രാക്ടീസിലായിരുന്നു. ഓക്കെ. ഷുഗയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നല്ല അഭിപ്രായം അല്ലേ? വിജ്ഞാനപ്രദമായല്ലോ ഗാനം വിജ്ഞാനപ്രദമായല്ലോ. അതെ, വിജ്ഞാനപ്രദമാണ്. പ്രാക്ടീസിന്റെ ഒരു ഇത് കാണാനുണ്ട് സർ. നല്ല പ്രാക്ടീസ്. ഷുഗയിലൂടെ ഇത്തിരി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ഒരു പ്രചോദനമായി സർ, ചെയ്യാം. അത് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം. അല്ല, നേരത്തെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകരുതലുകൾ എടുക്കാം ആഷ്മി, അതല്ലേ എൻ്റെ. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ശരിക്കും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. 5 ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നാണ് പ്രാഥമിക കണക്ക്. കഴിഞ്ഞ വർഷവും 5 ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ 2 സഹോദരിമാരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു. 2 പുലികൾ, 2 അല്ല 4 പുലികൾ പോയി. അത് 2 പുലികൾ നമുക്കൊപ്പം ചേരുകയാണ്. സ്മിത ഹരിദാസും പ്രവിത ലക്ഷ്മിയും. അവരെ യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്തെ നല്ല ചൂടിൽ അലഞ്ഞ് നടക്കുകയായിരുന്നു.
പതിനായിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്കിടയിലൂടെ 24-ന്റെ മൈക്രോഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ ഉല്ലസിച്ച് തകർത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല അവസാനിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പൊങ്കാല ഇടാനായിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ പ്രവിത ലക്ഷ്മിയും സ്മിത ഹരിദാസും ചേരുന്നു. നമസ്കാരം. ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ പാവങ്ങളെ എന്തൊരെണ്ണ കരിഞ്ഞെണ്ണ വല്ലാത്ത ക്ഷീണമുണ്ട്. ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഞങ്ങൾ കരിഞ്ഞാണ് നിൽക്കുന്നത്. മാത്രമല്ല പ്രവിതലക്ഷ്മി നിന്ന സ്ഥലത്ത് 3 ഡിഗ്രി സെൽഷ്യസ് കൂടിയെന്നും ഒരു കാലാവസ്ഥ റിപ്പോർട്ടുണ്ട്. ഉണ്ട് അങ്ങനെ റിപ്പോർട്ട്. ഞാൻ നിന്നത് കൊണ്ടല്ല, അത് കാലാവസ്ഥാ പ്രവചനം മുൻപേ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ബാങ്കിങ് സാമ്പത്തിക രംഗങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു സീനിയർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന ആദി കേശവൻ സാർ സ്വകാര്യമായിട്ട് ഇന്ന് വാട്സപ്പിൽ സന്ദേശം അയച്ചു. അത് പ്രസിദ്ധപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നല്ല റിപ്പോർട്ടിംഗ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നല്ല റിപ്പോർട്ടിംഗ് ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇത്തിരിയുടെ കടന്ന് പറഞ്ഞിരിക്കുന്നത് മലയാള ടെലിവിഷനിൽ കണ്ട ഏറ്റവും നല്ല കമൻട്രി ഈ ആറ്റുകാൽ പൊങ്കാലയുടെ കമൻട്രി നിങ്ങളായിരുന്നു എന്ന് പറഞ്ഞു കളഞ്ഞു. ആദികേശവ സാറിന്റെ ഒരു സമയം ഹിന്ദുവിലൊക്കെ റിപ്പോർട്ടറായിരുന്നു. ഫലം ഉണ്ടായല്ലോ. ആ ഫീഡ്ബാക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അതെ, നമ്മൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതല്ലേ. എത്ര ചൂടൊക്കെ കൊണ്ടാലും വൈകിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഒരാൾ ഇങ്ങനെ ഒരു നന്നായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് SKN. അത് തന്നെയാണ് നമ്മുടെ തൊഴിലിന്റെ ഒരു പ്രത്യേകതയും. പിന്നെ അത് മാത്രമല്ല SKN, നമ്മൾ അവിടെ ഇങ്ങനെ ഈ ചൂടത്ത് വലഞ്ഞു പൊരിഞ്ഞ് നിൽക്കുമ്പോൾ എത്ര പേരാണെന്നറിയോ 24-നോടുള്ള ഒരു സ്നേഹം അത് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചേച്ചിമാരൊക്കെ ഇങ്ങനെ നമ്മളെ സ്വന്തം വീട്ടിലെ ആളുകളെ കാണുന്ന പോലെയാണ് അവർ നമ്മളെ ചേച്ചിമാര് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോദിച്ചു കുറെ പേര് അങ്ങനെ ഓരോ അവതാരകരെയും നിങ്ങൾ കരിഞ്ഞോന്നുള്ള നമ്മുടെ സംശയം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ തിരുവനന്തപുരത്തൂടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നമ്മുടെ ക്യാമറമാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്ന് ആ വീഡിയോയിൽ കാണാം. ഓവർ ടു ദാറ്റ് വീഡിയോ പ്ലേ. ഞാൻ സാരിയൊക്കെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്ത് പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടല്ലേ? അത് കൊള്ളാം. പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണെടോ പന്ത് കായ്ക്കും മരമായി വളർത്തുവാൻ. എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര അർത്ഥവത്താണ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര അർത്ഥവത്താണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇവര് അല്ലേ നന്നായിട്ട് പുകയടിച്ചു അല്ലേ, മുഖമൊക്കെ മറഞ്ഞു. എന്തായാലും നന്നായി അല്ലേ. പക്ഷേ യു ഡിഡ് എ വണ്ടർഫുൾ ജോബ് യഥാർത്ഥത്തില്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീനിധി ഉണ്ടായിരുന്നു, അതുപോലെ ഗോപിക സുരേഷ് ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും തകർത്തു. മാത്രമല്ല നമ്മുടെ ക്യാമറമാന്മാരും നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ച ആളുകളും ഇത്രയും വലിയ ആൾക്കൂട്ടത്തിലൂടെ ഈ ആറ്റുകാൽ പൊങ്കാല വലിയൊരു അനുഭവമാക്കി മാറ്റാൻ അല്ലേ. വിജയകുമാർ എന്താ തോന്നിയതിനെ കണ്ടപ്പോൾ? വിജയന് പോകാൻ പറ്റിയില്ലല്ലോ പൊങ്കാലയ്ക്ക്. അത് നമ്മൾ പോവാം. അടുത്ത പ്രാവശ്യം ആൺപിള്ളേരെ കൂടെ നമുക്ക് അയച്ചാലോ? അതെ, മിക്കവാറും വിജയനെ കിട്ടിയ ഒരു പൊങ്കാല ഇടും. ഉണ്ടായിരുന്നു അല്ലേ? റിപ്പോർട്ട് ചെയ്യാൻ വിട്ടില്ല. വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അല്ലേ ഈ ഞാൻ എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞില്ല. സാധാരണ ഇത്ര ഇവന്റുകളിൽ സ്ഥിരമായി പോകാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിരന്തരമായി വിതുമ്പുകയും ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളൊരു വിതുമ്പലല്ല. അല്ലല്ല, ഇതൊന്നും ഒരു വിതുമ്പലേ അല്ല. മാത്രമല്ല വിതുമ്പുന്ന പല ആൾക്കാരുണ്ട്. ഗോപികൃഷ്ണനാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാനിപ്പോ ആരുടെയും പേര് എങ്ങനെയാണ് വിജയകുമാർ പോകുന്നത്? അത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റുകാൽ പൊങ്കാല. വിജയൻ അങ്ങനെ വിശ്വാസമുണ്ട് നിങ്ങൾ എതിർക്കാൻ പോകുന്നത്? അവിടെ സ്ത്രീകളാണ്. അല്ല കാശ്മി, വിജയകുമാറിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ PP തർക്കിക്കാൻ പോകുന്നത്? ഞാൻ തർക്കിക്കുന്നില്ല. അതെ, PP-യുടെ അതിന്റെ കൂടെ അണിചേരൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വിജയകുമാർ, നമുക്കൊരു വേറൊരു സെഗ്മെന്റിലേക്ക് പോകാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ കാണുന്നത് പോലെ മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യുക. ചില സർപ്രൈസുകൾക്ക് പ്രേക്ഷകർക്കായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ഈ ആഴ്ചയും ചില സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.